കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു ചൈനീസ് കർഷകന്റെയും കുതിരയുടെയും കഥ കേട്ടാലോ? കഥയുടെ പേര് ആയിരിക്കാം. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പുളയ്ക്കൽ. ഒരിക്കൽ ഒരു ചൈനീസ് കർഷകന്റെ കുതിര ദൂരേക്ക് ഓടിപ്പോയി. അന്ന് വൈകുന്നേരം അയൽവാസികളെല്ലാം വന്ന് സംഭവത്തിൽ പരിതപിക്കാൻ തുടങ്ങി. കുതിര ഓടിപ്പോയതിൽ തങ്ങൾക്കും ദുഃഖമുണ്ട്. എന്തൊരു ദൗർഭാഗ്യമാണിത്. അപ്പോൾ കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. എന്നാൽ പിറ്റേ ദിവസം കുതിര മറ്റ് 7 കാട്ടുകുതിരകളോടൊപ്പം മടങ്ങിയെത്തി. അന്നും ആളുകൾ കൂടി. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ മാറിയത്. നിങ്ങൾക്കിപ്പോൾ 8 കുതിരകളായി. എന്തൊരു ഭാഗ്യമാണിത്. അപ്പോഴും കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അടുത്ത ദിവസം ഒരു കാട്ടുകുതിരയുടെ പുറത്ത് കയറുന്നതിനിടെ കർഷകന്റെ മകൻ തെറിച്ചു വീഴുകയും കാൽ ഒടിയുകയും ചെയ്തു. അപ്പോൾ അയൽക്കാർ പറഞ്ഞു, ഇത് വളരെ കഷ്ടമായിപ്പോയി. അപ്പോൾ കർഷകൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ആയിരിക്കാം എന്ന് മാത്രം. അടുത്ത ദിവസം യുവാക്കളെ നിർബന്ധിത സൈനിക സേവനത്തിന് കൊണ്ടുപോകുന്നതിനായി പട്ടാള ഉദ്യോഗസ്ഥർ അവിടെ എത്തി. കാലൊടിഞ്ഞു കിടക്കുന്നതിനാൽ കർഷകന്റെ മകനെ അവർ കൊണ്ടുപോയില്ല. വീണ്ടും അയൽക്കാരെല്ലാം ചുറ്റും കൂടി. അത് വളരെ നന്നായി എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോഴും കർഷകൻ പറഞ്ഞത് ആയിരിക്കാം എന്ന് മാത്രമാണ്. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും സാഹചര്യങ്ങളും നിഷ്പക്ഷമാണ്. അവയെ നല്ലത് മോശം എന്ന മുൻധാരണയോടെ സമീപിക്കരുത്. ഓരോന്നിനോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് നല്ലതാണോ മോശമാണോ എന്ന അർത്ഥം നാം കൽപ്പിച്ച് നൽകുന്നത്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.